നല്ല കാറ്റ്. അതെ ഷർട്ടേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ കാറ്റൊക്കെ വരുമ്പോഴേ അഴയിലിട്ട ഡ്രസ്സൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആടാറുണ്ട്. നീ ഒരു വല്ലാത്ത ആട്ടാണല്ലോ ആടുന്നത്. അതെന്തെന്നറിയാമോ? എന്നെ ആടിമാസം ഓഫറിലാണ് വാങ്ങിച്ചത്. അതാണ് ഭയങ്കര ആട്ടം. ആണാ? അയ്യോ, എനിക്കാണെങ്കിൽ ഭയങ്കര തലകറക്കം. എന്ത് പറ്റിയണ്ണ? വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ കറങ്ങി വന്നതല്ലേ. എന്താ പറയണ്ട, അങ്ങോട്ട് കറങ്ങുന്നു, ഇങ്ങോട്ട് കറങ്ങുന്നു, അങ്ങോട്ട് കറങ്ങുന്നു, അവസാനം ഒരു സ്പിന്നുണ്ട്. എന്റെ ദൈവമേ, മരണക്കിണർ തോറ്റു പോകും. എന്നാ നമ്മുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. സത്യം. വെയിലത്ത് കൊണ്ടങ്ങ് ഇടും. ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. അതെ, അത്തരത്തിലുള്ള വെയിലാണ്. ഇവിടത്തെ ചേച്ചിക്കാണെങ്കിൽ ഉണക്കക്കരുപാട് പോലെ ആവണം ഞങ്ങൾ. എന്നാലേ ചേച്ചി എടുക്കുള്ളൂ. ചേച്ചിയാണെങ്കിൽ ഏസിക്കകത്ത് അങ്ങ് ഇരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ നമ്മുടെ കാര്യം. പിന്നെ പറയണ്ട, അവിടെ മാത്രമാണോ തീരുക? ഈ ചേച്ചി ഇതൊക്കെ അകത്തെടുത്ത് കൊണ്ടുവച്ചിട്ട് തേപ്പ് പൊട്ടി ചൂടാക്കിട്ട് നമ്മളെ നെഞ്ചത്തൂടി തേക്കും ചെയ്യും. അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞ മനുഷ്യന്മാരല്ല ഏറ്റവും കൂടുതൽ തേപ്പ് വാങ്ങിക്കണത്. അതെ, നമ്മളാണ് ഏറ്റവും കൂടുതൽ തേപ്പ് വാങ്ങിക്കണത്. തേപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു ജന്മം. അതെ. ഞാൻ ചോദിക്കട്ടെ, പാന്റ് കൊണ്ട് ഷർട്ട് കൊണ്ട് നമുക്കിടയിൽ വേറൊരുത്തനുണ്ടല്ലോ, അവനെവിടെ? പള്ളി ട്രൗസർ അല്ലേ? നിക്കറ്. അവനങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അവൻ വാഷിംഗ് മെഷീൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ അലക്കുകല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അലക്കി എടുത്ത് പിഴിഞ്ഞ് ഉണക്കാടാൻ വരുമ്പോ നേരം വൈകും. അണ്ണാ ദോ പറഞ്ഞു നിക്കറ്. നോക്ക് 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 നോക്ക്. ഉള്ളിലെ സ്നേഹപ്രവാഹത്തിൽ നിന്നൊരു തുള്ളിയും മോനെ വാ. എനിക്ക് ഇവനെ കാണുമ്പോ ചിരി പറഞ്ഞു. ഇതുവരെ വാഷിംഗ് മെഷീൻ അകവും കണ്ടിട്ടില്ല. അത് മാത്രല്ല, അലക്ക് കല്ല് കിടന്ന് എടാ പാന്റെ ഷർട്ടേ, നീ ഒന്നും എന്നെ കൂടുതൽ കളിയാക്കണ്ട. എന്നെ ഇട്ടതിന് ശേഷമാണ് നിന്നെയൊക്കെ ഇടുന്നത്. കൊണ്ടെടുക്കുമ്പോ എന്നെ ഇട്ടില്ലെങ്കിലേ പലരുടെയും മാനം കാറ്റി പറക്കും. നല്ല മണം വരുന്നല്ലോ. എവിടെന്നാ മണം? അതെന്താന്നറിയാമോ? വാഷിംഗ് മെഷീനകത്ത് ഞങ്ങൾ ഇട്ടതിന് ശേഷം ഫാബ്രിക് കണ്ടീഷണർ എന്നൊരു സാധനമുണ്ട്. അത് ഇടുന്നത് തന്നെയാണ് മണം. നിങ്ങൾക്ക് മണം ഉണ്ടെങ്കിലേ എനിക്ക് നല്ല ഗുണമുണ്ട്, അറിയാവോ? ഒരുപാട് ഗുണമുണ്ട്, നമുക്ക് അറിയാമേ. നീ വേറെ കാലിലെ കാര്യം ഉണ്ടെങ്കിൽ പറ. എടാ പിന്നെ എടാ 2 വർഷത്തിന് ശേഷേ ഞാൻ എന്റെ ചേട്ടനെ കണ്ട്. ഇവിടെ വെച്ചടാ. ഞങ്ങളെ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ ഈ വീട്ടിൽ മേടിച്ചോണ്ട് വന്നു. എന്നെ അലമാരയിൽ മടക്കി വെച്ചിട്ടേ അയാളെ അങ്ങ് ഉപയോഗിക്കുമായിരുന്നു, അറിയാമോ? മാക്സിമം ഉപയോഗിക്കുമായിരുന്നു. ഞാൻ കാണുമ്പോ എന്റെ ചേട്ടന്റെ ദേഹത്ത് 36 ഓട്ട. പക്ഷെ എന്നാലും ഇവിടെ ഉള്ള ഒരു സ്നേഹമുള്ളതാ. എന്ത്? എന്റെ ചേട്ടനെ ഉപേക്ഷിച്ചിട്ട് അവനെ വെച്ചിട്ടാ ഇപ്പൊ സ്റ്റൗ തുടയ്ക്കുന്നേ. അവസാനം തറയിട്ട് ചവിട്ടും. അതെ, എനിക്കുണ്ടൊരു ചേട്ടൻ. ആരടാ? ജീൻസ്. ജീൻസ് എന്തൊരു ജാടയാന്നല്ലേ പുള്ളിക്കാരന്. ആന്നേ, അവന്റെ ജാടയെ പറ്റി പറയണം നല്ലത്. കാര്യം വർഷത്തിലൊരിക്കൽ അവനെ കഴിവുള്ളൂ. വർഷത്തിലൊരിക്കൽ വെയിലുണ്ടാ മതി. അത് മാത്രമല്ല, സായിപ്പല്ലേ കണ്ടുപിടിച്ച അതിന്റെ ജാട അവനുണ്ട്. അതും മാത്രല്ല, ഈ പേന്റൊക്കെ കീറിപ്പോയാൽ അതൊക്കെ അത് കളയും. പക്ഷെ അവനെങ്ങനെയാ, അവനെ കീറിയേ ഉപയോഗിക്കൂ. എവിടെല്ലാം കീറാൻ പറ്റും അവിടെ എല്ലാം കീറിയ കീറിയ പാഷൻ, വലിഞ്ഞ പാഷൻ, എല്ലാം പാഷൻ തന്നെ. ഭയങ്കര പാഷൻ തന്നെ. വേറെ ഗ്യാസ് ഉണ്ട്. ആ ജീൻസ് എന്റെ അടുത്ത് പറയില്ലേ, ഞാൻ ജാട കാണിക്കുന്നിടത്ത് കാര്യമുണ്ടെന്നു. അവന്റെ പേര് സിനിമയുണ്ടെന്നു. ഏത് സിനിമ? തമിഴില് ജീൻസ്. അവന്റെ പേരിലൊരു സിനിമയല്ലേ ഉള്ളു. എന്റെ പേരിലൊരു സ്ഥലമുണ്ട്. അതേ സ്ഥലം? എറണാകുളം ചട്ടി. എല്ലാം പോട്ട്, എന്റെ ചേട്ടന്റെ പേരിലൊരു രാജ്യമുണ്ട്. അതേത് രാജ്യം? ബെർമുഡ നിക്കറാഗുവേ. പക്ഷെ എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. എന്താടാ നിന്റെ വിഷമം? അടുത്ത ജന്മമെങ്കിലും എനിക്കൊരു ബെർമുഡ ആയിട്ട് ജനിക്കണോടാ. എന്താടാ ഈ വള്ളി നിക്കറ ഇട്ടോണ്ട് മനുഷ്യൻ കൂടി പോയി ഒരു ചന്തയിൽ പോകും, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകും. ബെർമുഡ ഇട്ടോണ്ട് വിമാനത്തിൽ കയറാം, ബീച്ചിൽ പോവാം, ഷോപ്പിംഗ് മാളിൽ പോവാം, കറങ്ങാൻ പോവാം, തിയേറ്ററിൽ പോവാം. അതുകൊണ്ട് അടുത്ത ജന്മം എനിക്കൊരു ബെർമുഡയായിട്ട് മാറിയിട്ട് ഈ വള്ളി മാറ്റി ബെൽറ്റും കെട്ടി ജീവിക്കണം. അയ്യോ, ആരാടാ വീണത്? ആ സിൽക്ക് തുണി നിലത്ത് വീണെന്ന്. അവളെ വിചാരം സിൽക്ക് സ്മിത എന്നാ. കാറ്റാങ്ങാനും അടിച്ചു കഴിഞ്ഞാ
കിടന്നങ്ങ് ഇളവുക. ആ, അല്ല അങ്ങനത്തെ മെറ്റീരിയൽ അല്ലേ അവള് കിടന്നാളാകും. അല്ല നിങ്ങൾ അവളങ്ങനെ കുറ്റം പറയുന്നും വേണ്ട. നമ്മുടെ തുണികളുടെ കൂട്ടത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് സിൽക്ക് സാരിക്കാണ്. അതെങ്ങനെ? അതുകൊണ്ടല്ലേ അലമാര ഉറക്കുമ്പോ കാലി വന്ന് വീഴുന്നത്. അതെ, നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി വരണ്. ആ വെയിൽ ഇങ്ങ് വരണ് നോക്കി. ഉയ്യോ, വെയില്. എന്റെ ദ്രവിച്ച വള്ളി ഇന്ന് പൊട്ടും. എന്റെ ഷർട്ടിന്റെ നൂല് വലിയണ്. അയ്യോ, എന്തൊരു വെയിലടാ, എന്തൊരു വെയില്. ഇതിനേക്കാളും വേറെ എണ്ണയിലിട്ടങ്ങ് വറുത്തെടുത്തൂടെ. നമ്മൾ പറയണ കേക്കില്ലേ നീ? നിങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ട്, പക്ഷേ അതിനു മുമ്പേ ഞാൻ വേറൊരു സംഭവം കണ്ടോണ്ടിരിക്കുക. എന്താടാ അത്? ഒരു ചുരിദാർ. ചുരിദാറാ? എവിടെ? ദോ വരടാ കാറ്റത്താടി. എന്നാ പയ്യെ താത്തു വിടും ഇങ്ങോട്ട്. வணக்கம். ഉണക്കായിട്ടേക്കുവാണ് നമ്മൾ. അതില്ല, എല്ലാവർക്കും വണക്കം. തമിഴ്നാട്. തമിഴ് തമിഴ് ഏത് സ്ഥലം? என் ஊரு வந்து திருப்பூர். ഏത് ടെക്സ്റ്റൈൽസ്? அங்க பெருசா ஒரு பில்டிங் இருக்கு, ஏசி எல்லாம் இருக்காங்க அங்க. அதுக்கு பேரு வந்து டெக்ஸ் வேலி. அங்க இருந்தா என்ன இங்க கூட்டிட்டு வந்தாங்க. இப்ப உங்க സ്ഥലം എങ്ക? ഞാൻ സോമൻ ടെക്സ്റ്റൈൽസ് ആനന്തറ. 3 നില 3 നില മോളില് ഏസി, ഭയങ്കര തണുപ്പാണ്. ഏസി ഏസി. ചുമ്മാ ചുമ്മാ ഫുട്പാത്ത് ഫുട്പാത്ത് 3 ഫുട്പാത്ത്. அவர் என்ன சொல்றாங்க? അവര് വന്ന് ഇവിടെ, അവര് വന്നല്ലോ, അവരാണെങ്കിലേ ഇവിടത്തെ അപ്പുപ്പ ഇല്ലേ, സാറിന്റെ അച്ഛന്റെ പാന്റും ഷർട്ടും ആണ്. നൂലും വലിഞ്ഞ് ബട്ടൺസും പൊട്ടി കളറും പോയി. എന്നിട്ട് ഈ അശയിൽ ഇങ്ങനെ ആടി അലമ്പുവാ രണ്ടും കൂടെ. சரி சரி சரி. പിന്നെ നമ്മളോട് വാഷിംഗ് മെഷീന്റെ അകത്ത് കിടന്ന് കറങ്ങണ കണ്ടില്ലല്ലോ, അതെന്ത്? இல்ல, நான் புதுசா இங்க வந்திருக்கேன், அதனால மிஷின்ல போட கூடாதா, பக்கெட்ல வச்சுதான் என்ன துவைச்சு இங்க போட்டேன். എന്നെ അങ്ങനെ തന്നെ, എന്റെ മെഷീനിലിടില്ല, കൈവച്ച് മാത്രമേ അലക്കൂ. കൈവച്ച് മാത്രം. അച്ചക്ക് മോച്ചക്ക്, അച്ചക്ക് മോച്ചക്ക്, അച്ചക്ക് മോച്ചക്ക്. அவரு என்ன சொல்றாரு? அச்சக்கு போச்சக்கு அப்படின்னு. അത് സംഭവം എന്ന് പറഞ്ഞാൽ അവര് വന്ന്, പക്ഷെ എപ്പോഴും തമിഴ് തന്നെയല്ലേ അവര്. ഈ മറ്റേ വടിവേലു ഫാൻ അവര് ഈ അച്ചക്ക് പച്ചക്ക. நானும் அவரு ரொம்ப ஃபேன் தான். ரொம்ப சந்தோஷம். ஆனா ஒரு சின்ன பிரச்சனை இருக்கு. இங்க வந்ததுல ரொம்ப ஹாட்டா இருக்கு, உருகுது. ഉറകിതേ മറകിതേ ഒരേ പാർവയാലേ. അമ്പടാ, ഞാൻ ഇവിടെ കിടക്കട്ടാ. ஐயோ, நீங்க சூப்பரா பாடுறீங்க, எனக்கு ரொம்ப பிடிச்சிருக்கு. സൂപ്പർ പാടാ. ആണെങ്കിൽ എന്റെ സൂപ്പർ വേറെ പാട്ടുണ്ട്. பாடுங்க. പാടട്ടാ? ഞാൻ പാടട്ടാ? ചുരിദാറേ ചുരിദാറേ പാർവതി ചേച്ചിയുടെ ചുരിദാറേ, പെപ്പൻസും വെച്ച് 2 സൈഡും കീറി. തമിഴ്നാട്ടിന്ന് പെണ്ണാണ് നീ, അങ്ങ് ദൂരെയുള്ള തമിഴ്നാട്ടിലെ പെണ്ണാണു നീ. சூப்பரா இருக்கு, சூப்பர் சூப்பர். അയ്യോ വയ്യ, ഇവിടെ കിടക്കട്ടാ. சூப்பரா பாடுறீங்க நீங்க. ഒറ്റ പെമ്പിളറെ കാണുമ്പോ മാമന്മാരെ കല്ലെങ്കിലും പാട്ട് വരും. നിങ്ങൾക്ക് 10-60 വയസ്സായില്ലേ മാമ? ഞാൻ പറയണാക്കണം, നിങ്ങൾക്ക് 10-60 വയസ്സായില്ലേ? നിങ്ങളെ ബട്ടൺസ് വരെ ദ്രവിച്ചു തുടങ്ങി. നിങ്ങൾ ഈ കിടന്ന് മോശത്തരം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടാ? ഇത്രയൊക്കെ ദ്രവിച്ചാലേ അകത്ത് ഡബിൾ സ്റ്റിച്ച് ആണ് കേട്ടോ. പൊടാ പൊടാ. കാറ്റ് காத்து, ചെറിയ കാറ്റ് ரொம்ப காத்து வீசுதுல, ரொம்ப அதிகமா வீசுது. ஏ ஐயோடோ. பேசுதே இச போல பேசுதே, കാറ്റ് വീസുതേ എസ പോലെ പേസുതേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റ് വന്നാ കൊള്ളാം.
അവനോട് അധികം ചേർന്ന് നിൽക്കല്ലേ, കള്ളറളവ് ഫുട്പാത്താണ്, നീങ്ങുന്നില്ല. മഴ மழை வர போதா? ரொம்ப நாளாச்சு மழை பார்த்து. ஒரு சின்ன தூறல் போதுം. അതോടെ കൊണ്ട് തേച്ച് വെക്കായി. തോന്നണ നിങ്ങൾ പറഞ്ഞ ആ കൊച്ചൊരു തൂറാലെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ മോശത്തരമൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞല്ല, സത്യമായിട്ട് അങ്ങനെ പറഞ്ഞല്ല. ഈ ജഗദീഷ് സാറ് പറയൂലേ, കാക്ക തൂറി എന്നാ തോന്നുന്നത്, ആ തൂറലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ തൂറലൊന്നും അല്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. അത് ബേഡ് ബേഡ്സ് ആണെങ്കിൽ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് മാപ്പ് പറയാം. ഐ ആം തൂറി, ഐ ആം സോറി. ആ കൊച്ചു ഒരു പ്രാവശ്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ഇവിടെ ആയിട്ട് ലേലം വിളിക്കണം. മോളെ ഉഷേ, എടി മഴ വരുന്നടി, ആ തുണിയെല്ലാം എടുത്ത് അകത്തിട്. നമ്മളെ എന്നെ ഫാനിന്റെ മുമ്പ് ഇട്ടും എന്നെ കട്ടില്ലാതെയും കൊണ്ടുവരുന്നത്. എന്റെ മേശപ്പുറത്ത് മടക്കി വെക്കും. എന്നെ മണ്ടേ കിടക്കണേ. ഒരു സൈഡിൽ adjust ചെയ്ത് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. എടി മോളെ ഉഷേ, എടി ബാക്കി തുണിയെല്ലാം എടുത്തോ. ആ പാളക്കര നിക്കറ മാത്രം എടുക്കണ്ട, അത് വെള്ളത്തിയിട്ടാ നനയത്തുമില്ല, കത്തിച്ചാ കത്തത്തുമില്ല, എടുത്ത് കളയണം പുല്ലിനെ. ചേർന്നോരങ്കണം നിൻ കണ്ണിനെന്തുത്സവം കണ്ണിത്തേനൂറും ചൊല്ലുണ്ടോ. എന്തൊക്കെയായിരുന്നു ആദ്യം ഇടണത്? അന്തസ് കാക്കണോ, മാനം കാക്കണോ? ഇപ്പൊ എന്താ മാനം നോക്കി നിക്കണ്. നിക്കറേ പാടി കേഴുന്നുവോ പൂവും വിട ചൊല്ലുന്നുവോ നിന്റെ പുൽക്കൂട്ടിലെ കിളിക്കുഞ്ഞ്. എനിക്ക് സന്തോഷായടാ, എനിക്കറിയാമായിരുന്നു നിങ്ങൾ വരുമെന്ന്. നിങ്ങൾക്ക് എന്നെ അത്ര ഇഷ്ടാ? ഇഷ്ടം കൊണ്ടൊന്നും അല്ല, ആ കാറ്റത്തെ മഴ എങ്ങ് പോയി. അപ്പൊ അവിടത്തെ ചേട്ടൻ പറഞ്ഞ് വീണ്ടും പോയി വെയിൽ കൊള്ളായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നതാണ് ഇവിടെ. വെയിലായാലും മഴയായാലും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് രസമല്ലേടാ? അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു കാറ്റും കൂടെ വന്നാൽ നല്ല രസമായിരിക്കും അല്ലേ? ഇനി ആ കാറ്റിന് വേണ്ടി കാത്തിരിക്കണം. എടി മോളെ ഉഷേ, താണ്ട ആശ പൊട്ടിയ ഇരണം കെട്ട തുണിയൊക്കെ താഴെ വീണടി. എല്ലാത്തിനോടെ വാരി ബക്കറ്റിട്ട് ഒന്നും കൂടെ മുക്കി ഇങ്ങട്. അയ്യോ, ഇലിയും പൊടി തിന്നണോ?